ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ ലിവർ പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ലിവർ പെപ്പർ റോസ്റ്റ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു 400 ഗ്രാമോളം ലിവർ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ലിവറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ: 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാല പൊടിച്ചത് 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ 10-20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിന് ടൈമില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒരു ചെറിയ മീഡിയം സൈസായിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4-5 പൊറ്റ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 3 എരിവുള്ള പച്ചമുളകും നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ 400 ഗ്രാം ലിവറിലേക്ക് ഏകദേശം ഒരു 200 ഗ്രാമോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. മിക്സിയിലല്ല, ചതകല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ഇതായിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല, അതായത് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലിവറിലേക്ക് ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വഴണ്ട് വന്നപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലിവറും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം തന്നെ നമ്മളിതിനകത്ത് കയ്യിലിട്ട് ഇളക്കാൻ നിൽക്കരുത്. ലിവർ ഒന്ന് ഇട്ട് ഒരു 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇളക്കുക കേട്ടോ. ഞാൻ ലിവർ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഇതിനകത്തേക്ക് വേവിക്കാനായിട്ട് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാറില്ല. ലിവറിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി അതിനകത്തു നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് തന്നെ അത് നമുക്ക് വെന്ത് കിട്ടും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം കുക്ക് ചെയ്യാം. അതിനുശേഷം ലിവർ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 നിമിഷം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ലിവർ നന്നായിട്ട് വേവണം. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ നമുക്കൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പെപ്പർ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു മീഡിയം സ്പൈസ് എന്നുള്ള രീതിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ലിവർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. അതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. കുറച്ചുകൂടി വെളിച്ചെണ്ണ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് ആദ്യം ഒഴിച്ച് വെളിച്ചെണ്ണ തന്നെ മതിയായിരുന്നു, അപ്പോൾ ഞാൻ പിന്നീട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല രീതിക്ക് ഒരു ബ്ലാക്ക് കളർ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കുരുമുളക് ഇട്ട് വരട്ടിയെടുത്തിട്ടുള്ള ലിവർ ഫ്രൈൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ എപ്പോഴും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കുറേ ആളുകളൊക്കെ ഫുള്ളായിട്ട് കാണാറുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാനും കൂടി ശ്രമിക്കും കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ കുറേ റെസിപ്പീസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാനിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതെല്ലാം കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.